വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നാം ഓരോരുത്തരും അവനാൽ അനുഗ്രഹിക്കപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ യേശുവിനോടൊപ്പം ഉള്ള ഒരു വിജയ ജീവിതം, അനുഗ്രഹത്തിൻ്റെ ജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, തകർച്ചകൾ, രോഗങ്ങൾ, പരാജയങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, ഇതിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം എന്തു ചെയ്യണം? അതിനായി ദൈവം പറയുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥയിലേക്ക്, ദൈവത്തിൻ്റെ വഴിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ, ഇന്നത്തെ ശുശ്രൂഷകളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവായ യേശുവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. യേശുവേ, ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം തകർച്ചകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. മരവിച്ച മനസ്സ് കർത്താവേ സൗഖ്യം പ്രാപിക്കട്ടെ. തകർച്ചകളും കണ്ണുനീരിടിൽ നിന്നും കർത്താവേ അവർക്ക് നീ വിട്ടുതൽ കൊടുക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ കൃപയാൽ ഈ മക്കൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ വചനം ശ്രവിക്കുവാൻ, സ്വീകരിക്കുവാൻ, വചനത്തെ അനുസരിക്കുവാൻ ഇവിടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. എസെക്കിയേൽ 36:26 വചനത്തിന്റെ അഭിഷേകം ഇത് കേൾക്കുന്ന, കാണുന്ന എല്ലാ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃത്യമായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം മലയോട് കൽപ്പിക്കുക എന്നുള്ളതാണ്. മലയോട് കൽപ്പിക്കുക. എന്താണ് ഇവിടുത്തെ മല? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴുക എന്ന് പറയുകയും ആ പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അപ്രകാരം സംഭവിക്കും. അപ്പം വിശ്വസിക്കുക, പറയുക, ഇത് അതിപ്രധാനമായ രണ്ടു കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മലകളെ മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ മല എന്ന് സൂചിപ്പിക്കുന്നത്, പ്രിയമുള്ളവരെ, പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിൽ ദൃശ്യമായി കാണുന്ന ആ മലയെക്കുറിച്ചല്ല ഇവിടെ തിരുവചനത്തിൽ സൂചിപ്പിക്കുക. ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ മല എന്ന് യേശു പറയുന്നുണ്ട്. മലകൾ അകന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും എനിക്ക് നിന്നുള്ള സ്നേഹം അചഞ്ചലമാണ്. മലകൾ മാറിയാലും എൻ്റെ വാക്കുകളുടെ, വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടാകുകയില്ല. അപ്പം മല എന്ന് ഇവിടെ പറയുന്നത് ഒരു സിംബോളിക്കല. അത് എന്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബൈബിളിൻ്റെ ഭാഷയിൽ മലകൾക്ക് അനേകം അർത്ഥങ്ങളുണ്ട്. ഒന്ന്, മല അത് വലിപ്പമുള്ള ഒന്നിനെ പ്രതിനിധീകരിക്കുന്നു. വളരെയേറെ വലിപ്പമുള്ള ഒന്നിനെ മല പ്രതിനിധീകരിക്കുന്നു. രണ്ട്, ഒരിക്കലും മാറിപ്പോകാത്ത, ഇളക്കം തട്ടാത്ത, ചലിക്കുകയല്ലാത്ത ഒന്നിനെ മല പ്രതിനിധീകരിക്കുന്നു. രണ്ട്, കടുപ്പമേറിയ, അതിശക്തമായ, ബലമുള്ള, കടുപ്പമേറിയ ഒരു വിഷയത്തെ മല ഇവിടെ സൂചിപ്പിക്കുന്നു. നാല്, ആഴമുള്ളത്, വേരുറപ്പിക്കപ്പെട്ടത്. ഇങ്ങനെയുള്ള പല സന്ദേശങ്ങളാണ് മല എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും മാറ്റപ്പെടാത്ത, ഒരിക്കലും ചലിക്കുകയില്ലാത്ത, മാറിപ്പോകാത്ത,
കടുപ്പമേറിയ വളരെയേറെ വലിപ്പമുള്ള അസാധ്യമായ ഒന്നിനെ ഇവിടെ മല സൂചിപ്പിക്കുന്നു, പ്രതിനിധീകരിക്കുകയാണ്. ഈ മലയോടാണ് ബൈബിൾ പറയുന്നു, യേശു പറയുന്നു, നിങ്ങൾ കൽപ്പിച്ചാൽ. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ മല എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണ്. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് മുൻപിൽ നിൽക്കുന്ന ചില അസാധ്യമായ ചില പ്രശ്നങ്ങൾ, അതാണ് ഇവിടുത്തെ മല. മല പോലുള്ളൊരു പ്രശ്നം പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഒരിക്കലത് മാറിപ്പോകുക അസാധ്യമെന്ന് നിനക്ക് തോന്നിയേക്കാം. വളരെ കാലങ്ങളായി പഴക്കമുള്ള ഒരു പ്രശ്നമായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. നീ ജനിക്കുന്നതിന് മുൻപേ വർഷങ്ങളായിട്ട് നിന്റെ കുടുംബത്തിലേക്ക് വന്ന ഒരു പ്രശ്നമായിരിക്കാം അത്. അതിന്നും മാറാതെ ഒരു പാരമ്പര്യ തകർച്ചയായിട്ടോ ശാപമായിട്ടോ നിന്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഇത് മാറിപ്പോകാൻ വേണ്ടി നിങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. വളരെ ഭക്ത അഭ്യാസങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ മുമ്പിൽ മല പോലെ വലുപ്പത്തിൽ ഈ പ്രശ്നം കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഇടിച്ചു നോക്കി, തൊഴിച്ചു നോക്കി, ചീത്ത പറഞ്ഞു നോക്കി, കോപിച്ചു നോക്കി, നിങ്ങളുടെ കൈ വേദനിച്ചു എന്നല്ലാതെ അതിനോട് നേരിട്ട് നിങ്ങൾ മടുത്തു കിടക്കുകയായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇന്ന് പ്രിയമുള്ളവരെ അനുഭവിക്കുന്ന, നിങ്ങൾ നേരിടുന്ന നിങ്ങളുടെ പ്രതിസന്ധിയാണ്, നിങ്ങളുടെ ആ പ്രശ്നമാണ് ഇവിടത്തെ മല എന്ന് സൂചിപ്പിക്കുന്നത്. ഈ മല പോലുള്ള നിന്റെ ഈ പ്രശ്നം, ഇത് മാറിപ്പോകാൻ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഈ മലയുടെ മുമ്പിൽ വന്നിട്ട്, എൻ്റെ ഈശോയെ ഈ മല മാറ്റിത്തരണമേ, ഈ പ്രശ്നം ഒന്ന് മാറ്റിത്തരണമേ, ഈ തകർച്ചയൊന്ന് മാറ്റണമേ, ഈ രോഗമൊന്ന് മാറ്റണമേ, ഈ കടബാധ്യത മാറ്റണമേ, എൻ്റെ കുടുംബത്തിലെ തകർച്ചകളെ ഭിന്നതകൾ മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ല, ഇവിടെ പ്രാർത്ഥിക്കണം എന്നല്ല യേശു പഠിപ്പിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം? കൽപ്പിക്കണം. നിങ്ങൾ കൽപ്പിക്കണം. എന്തുകൊണ്ടാണ് നാളിതുവരെയുമായിട്ട് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം, നമ്മൾ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുകയാണ്, നമ്മൾ കരയുകയാണ്, യാചനാ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. യേശു ഇവിടെ ഒരു തത്വം ഇവിടെ പഠിപ്പിക്കുക. മലയുടെ മുമ്പിൽ നിങ്ങൾ വന്നിട്ട് ആ മലയെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. മലയുടെ വലിപ്പമോ അതിൻ്റെ ശക്തിയോ അതിൻ്റെ ബലമോ അതിൻ്റെ പഴക്കമോ കണ്ട് നീ ഭയപ്പെടരുത്. നീ ഒരു കാര്യം ചെയ്യണം, മലയോട് കൽപ്പിക്കണം. പ്രാർത്ഥിക്കുകയല്ല, യാചിക്കുകയല്ല, മലയുടെ മുമ്പിൽ മലയെ മാറാവോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയല്ല, മലയോട് കൽപ്പിക്കണം. അതാണ് യേശു പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മലയോട് നിങ്ങൾ കൽപ്പിച്ചാൽ, കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ പറയണം. പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം.
രണ്ട് കാര്യം. ഒന്ന്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. വിശ്വസിക്കുന്ന കാര്യം വാ കൊണ്ട് ഏറ്റുപറയുക, കൽപ്പിക്കുക. പറയുമ്പോൾ സംഭവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു ശക്തിയാണ്. ഈ സത്യം നമ്മളിത് മനസ്സിലാക്കണം. ഇത് യേശു പഠിപ്പിച്ച ഒരു അനുഗ്രഹത്തിൻ്റെ വ്യവസ്ഥയായത്. നമ്മൾ ഇന്ന് അനേക പ്രിയപ്പെട്ടവര് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തകർന്ന് നിലവിളിച്ച് എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവേ, ഭാവിയാടേ, പുഴുവാടേ, കൃപിയാടേ, അടിയക്കള പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. നാളുകളായി നമ്മൾ കരഞ്ഞ് യാചിക്കുന്നവരായി മാറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നു, ഒരു വിശ്വാസിയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ഭാഷ വേണം സംസാരിക്കാൻ. ഒരു ദൈവ പൈതലിൽ നിന്ന്, ദൈവ മകനിൽ നിന്ന് അവകാശത്തിൻ്റെ വാക്കുകൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ വേണം പുറത്തേക്ക് വരാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാ, മലയോട് നീ കൽപ്പിക്കണം. കൽപ്പിക്കുമ്പോൾ മല അനുസരിച്ചോളും. എന്തുകൊണ്ടാണ് ഈ മല മാറാത്തത്? നിങ്ങൾ ഇതുവരെയും കൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അതനുസരിച്ചിട്ടുമില്ല. നിന്റെ വാക്കിന് മുമ്പിൽ അനുസരിക്കുവാൻ തയ്യാറായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മല നിൽക്കുകയാ. ഈ രോഗം, ഈ കടബാധ്യത, കുടുംബശാപം, കുടുംബത്തിലെ ഭിന്നത, ചില തകർച്ചകൾ, ചില മദ്യപാനത്തിന്റെ ആസക്തികൾ, എന്താ നിന്റെ കുടുംബത്തിലെ മല? നിന്റെ വാക്കിന്റെ മുൻപിൽ നിന്നെ അനുസരിച്ച് ഇറങ്ങിപ്പോകാൻ അത് കാത്തു നിൽക്കുക. പക്ഷെ നീ എന്ത് ചെയ്യുന്നു? കൽപ്പിക്കുന്നില്ല, നീ പറയുന്നില്ല, ഇറങ്ങിപ്പോ എന്ന് പറയുന്നില്ല, വിട്ടുപോ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും ഈ മല തലയെടുപ്പോടെ, നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം തലയെടുപ്പോടെ നിനക്ക് മേൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുക, നിന്റെ മേൽ ആധിപത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വലിയ മലയുടെ മുമ്പിൽ വന്നിട്ട് അതിൻ്റെ വലിപ്പമോ ശക്തിയുമോ അതിൻ്റെ പഴക്കമോ കണ്ടിട്ട് ഭയപ്പെട്ട് കരഞ്ഞ് നിരാശപ്പെട്ട് ദുഃഖിതരായി അവിശ്വാസികളായി അവിശ്വാസത്തിൻ്റെ ഭാഷാശൈലിയിലുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ വിടുതൽ പ്രാപിക്കുകയില്ല. ശിഷ്യന്മാരെ എന്താണ് യേശു പഠിപ്പിച്ചത്? നിങ്ങൾ കൽപ്പിക്കണം, മലയോട് ഇവിടുന്ന് മാറിപ്പോവുക എന്ന് പറയുമ്പോൾ അത് അനുസരിക്കും. ആരെ? നിന്നെ അനുസരിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് കരച്ചിൽ നിർത്ത്. നീ നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിലേക്ക് കടന്നു വാ. പ്രശ്നത്തെ നോക്കി കൽപ്പിക്ക്. നിന്റെ ഏത് പ്രശ്നങ്ങളെ കണ്ടിട്ടാണ് നിങ്ങൾ കരയുന്നത്, മോങ്ങുന്നത്, നിലവിളിക്കുന്നത്? കരച്ചില് പ്രത്യാശയില്ലാത്തവരുടെ ഒരു അടയാളമാണ്, വിശ്വാസമില്ലാത്തവരുടെ അടയാളമാണ് കരച്ചില്. രക്ഷാകരമായ കരച്ചിൽ വേറെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ അതല്ല. അങ്ങനെയുള്ളവനോട് യേശു പറയുകയാണ്, ദൈവമായി കർത്താവ് പറയുകയാണ്, നീ കൽപ്പിക്കുക. നീ കരയേണ്ടവനല്ല, നിലവിളിക്കേണ്ടവനല്ല, യാചിക്കേണ്ടവനല്ല, നീ കൽപ്പിക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിന്റെ വാക്കിന്റെ മുൻപിൽ നിന്നെ അനുസരിക്കുവാൻ കപ്പൽ അല്ലെങ്കിൽ കടൽ ഇതാ തയ്യാറായി നിൽക്കുക. നീ കൽപ്പിക്കേണ്ട താമസമേ ഉള്ളൂ കടൽ വിഭജിക്കപ്പെടാൻ. എത്ര വലിയ കടലായിക്കോട്ടെ, ചെങ്കടലായിക്കോട്ടെ, നിന്റെ വാക്കിന്റെ മുമ്പിൽ, നിന്റെ കരത്തിന്റെ മുൻപിൽ അത് വിഭജിക്കപ്പെടാൻ ഒരുങ്ങിയിരിക്കുക. ഹല്ലേലൂയ. എന്താ സംഭവിക്കാത്തതിന്റെ കാരണം? നീ കൽപ്പിച്ചിട്ടില്ല, അതുപോലെ നീ പറയുന്നില്ല. അതുകൊണ്ട് ഇന്നും കടലായി, പ്രശ്നങ്ങളായി, തകർച്ചകളായി, കണ്ണുനീരായി നിൽക്കുക. കണ്ണുനീര് തുടയ്ക്കൂ. വിശ്വാസത്തിന്റെ വാക്കുകൾ ഏറ്റെടുക്കൂ. പ്രശ്നങ്ങളുടെ മുമ്പിൽ അതിൻ്റെ വലിപ്പവും പഴക്കവും ശക്തിയും കണ്ടിട്ട് തകർന്നു പോകാതെ, നിരാശപ്പെടാതെ, പ്രിയമുള്ളവരെ, വാക്കുകൾ പറ.
യേശുവിൻ്റെ നാമത്തിൽ കടൽ മാറട്ടെ, കടലിൽ വഴി ഉണ്ടാകട്ടെ, തിരമാലകൾ മാറട്ടെ. യേശു എന്താ പറഞ്ഞത്? കടലേ അമരുക, കാറ്റേ ശാന്തമാകുക. അല്ലേ? കടലിൻ്റെ മുമ്പിൽ ഇളകി മറിയുന്ന കടൽ തിരമാലകളുടെ മുമ്പിൽ വന്നിട്ട് യേശു കടല് ശാന്തമാകാൻ പ്രാർത്ഥിച്ചില്ല, കൊടുങ്കാറ്റ് ശാന്തമാകാൻ യേശു പ്രാർത്ഥിച്ചില്ല. പിന്നെയോ കൽപ്പിച്ചു. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയേറിയ കൽപ്പനകൾക്ക് മുമ്പിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പത്തിമടക്കി പരാജയപ്പെടാൻ കാതോത്തിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ ചെങ്കടലുകൾ നിങ്ങളുടെ വാക്കുകൾക്ക് മുമ്പിൽ വിഭജിക്കപ്പെടാൻ, ചെങ്കടലിൽ നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കപ്പെടാൻ ചെങ്കടൽ നിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക. നിന്റെ ശബ്ദത്തിന് മുമ്പിൽ നിന്റെ കുടുംബത്തിലോ നിന്റെ ജീവിതത്തിലോ ഉള്ള വലിയ മലകൾ മാറിപ്പോകാൻ നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി അത് കാതോർത്തിരിക്കുക. എന്തുകൊണ്ടാണ് ഇതൊന്നും സംഭവിക്കാത്തത്? നീ ഇതുവരെയും പറയുന്നില്ല. ആയതിനാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, എത്ര മല പോലുള്ള പ്രശ്നമായിക്കോട്ടെ, എത്ര വലിയ ചെങ്കടലായിക്കോട്ടെ, അതിൻ്റെ മുമ്പിൽ നീ കടന്ന് വാവിട്ട് കരയാതെ വിശ്വാസിയായി മാറ്. പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. ഒരു വിശ്വാസിയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പുറപ്പെടട്ടെ. നീ കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ മല മാറട്ടെ, പ്രശ്നങ്ങൾ മാറട്ടെ, പ്രതിസന്ധി മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, രോഗം സൗഖ്യമാകട്ടെ, ശാപം വിട്ടുമാറട്ടെ, എൻ്റെ കുടുംബത്തിലെ കലഹങ്ങൾ ഭിന്നതകൾ മാറട്ടെ, കടബാധ്യത എത്രയാണെങ്കിലും അതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അപ്പൻ്റെ കള്ളുകൂടി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറ. അങ്ങനെ 10 പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞേ, അങ്ങനെ 10 ദിവസം എന്ന് പറഞ്ഞേ, നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി 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 വരും. നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്നൊരു 10 പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞേ, അങ്ങനെ 1 മാസം എന്ന് പറഞ്ഞേ, നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കലഹങ്ങൾ, ഭിന്നതകൾ ഇത് മാറി മാറി പോകുന്ന അനുഭവം ഉണ്ടാകും. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇതാ മലകളോട് കൽപ്പിക്കുക. നിന്റെ ജീവിതത്തിലും കുടുംബത്തിലുള്ള മലകളെ നോക്കി നീ കൽപ്പിക്കുമ്പോൾ നിന്റെ വാക്കിന് മുമ്പിൽ അവ ദൂരെ മാറിപ്പോകും. ഈ ഒരു അഭിഷേകം, ഈ ഒരു കൃപ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന് മേൽ കടന്നു വന്ന കുടുംബവും നാമും അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് ഇടവരട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കാരുണ്യവാനും സ്നേഹിയുമായ നല്ല കർത്താവേ, എൻ്റെ യേശുനാഥ, നിന്റെ കരങ്ങളിലേക്ക് മക്കളെ കൃത്യമായി ഏൽപ്പിച്ചു നൽകുകയാണ്. ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മല പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഇവരുടെ മുമ്പിലുണ്ട്, ഇവരനുഭവിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ വലിപ്പം കണ്ട് അന്താളിച്ച് ഭയപ്പെട്ട് നിരാശയിലും വേദനയിലും കഴിഞ്ഞുകൂടുന്ന, അത് എൻ്റെ വിധിയാണ് എന്നുള്ള ആ അവസ്ഥയിൽ, ആ വിശ്വാസത്തിൽ അത് അനുഭവിച്ചുകൊണ്ട് പോകുന്ന അനേക മക്കൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. യേശുവേ, നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ മക്കളെ, നമ്മുടെ എല്ലാ വേദനകളെയും, എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ തകർച്ചകളെയും, മല പോലുള്ള എത്ര അസാധ്യമെന്ന് നിന്റെ ബുദ്ധി പറയുന്ന പ്രശ്നമായിക്കോട്ടെ, അതെല്ലാം ഈ 2 കരങ്ങളിലും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, കോട്ടകൾ തകരട്ടെ, പിശാച് കെട്ടിയ കോട്ടകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ ചെങ്കടലുകളും വിഭജിക്കപ്പെട്ട് വഴികൾ തുറക്കപ്പെടട്ടെ. കടബാധ്യതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ പീഡകൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നിന്റെ ജനം വിടുതൽ പ്രാപിക്കട്ടെ. കുടുംബത്തിലുള്ള ഭിന്നതകൾ, കലഹങ്ങൾ, ഭിന്ന അഭിപ്രായങ്ങൾ, ഡിവോഴ്സ് കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സംശയ പ്രകൃതത്തിന്റെ ആത്മാവ് യേശു നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാരിദ്ര്യത്തിന്റെ ദുരാത്മാവ് കുടുംബങ്ങളിൽ നിന്ന് വ്യക്തിയിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടബാധ്യതയിൽ നിന്ന് നിന്റെ ജനം വിടുതൽ പ്രാപിക്കട്ടെ. തൊഴിൽ ബിസിനസ് മേഖലയിൽ യേശുവിന്റെ നാമത്തിൽ ഉയർച്ച ഉണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ. വ്യക്തിപരമായി സ്നേഹവും സന്തോഷവും സമാധാനവും കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുനീര് മാറട്ടെ, പ്രത്യാശ കൊണ്ട് നിറയട്ടെ, വിശ്വാസം കൊണ്ട് നിറയട്ടെ, വിശുദ്ധി കൊണ്ട് നിറയട്ടെ, അഭിഷേകത്തെ നിറയട്ടെ. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ദേശം മുഴുവൻ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തി, അഭിഷേകം ഈ പോട്ടന്റെ പകരപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണനായ സ്തോത്രം. യേശുവേ, യേശുവേ അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്തതിനായി സ്തുതിക്കുന്നു. മലകളെ മാറ്റിയതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഇത് കേട്ടാൽ പോരാ, ഇന്ന് മുതൽ എല്ലാ ദിവസവും അനുഗ്രഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, കൽപ്പനയുടെ വാക്കുകൾ നിങ്ങളോട് തന്നെ, നിങ്ങളുടെ പ്രശ്നങ്ങളോട് പറയുന്ന ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുക. ദൈവം നിങ്ങളെ അതിനായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ